ഹലോ നമസ്കാരം. അത്തം പിറന്നിരിക്കുകയാണ്. അതായത് ചിങ്ങമാസം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അത്തം 10-ന് തിരുവോണം എന്നാണ് നമ്മളുടെയൊക്കെ ഒരു കണക്ക്. സാധാരണഗതിയിൽ കേരളത്തിൽ അങ്ങനെയാണ്. അത്തം മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് ഓണം. ഓണക്കാലമായി നമ്മൾ മലയാളികൾ, പ്രത്യേകിച്ച് കേരളീയർ പരിഗണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത്തം കഴിഞ്ഞു. ഇനി അത്തം ചിത്തിര. ഇന്ന് ചോതി നാളാണ്. നാളെ വിശാഖവും അനിഴവും തൃക്കേട്ടയും മൂലവും പൂരാടവും ഉത്രാടവും തിരുവോണവും എത്തി. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. ഇനി കഷ്ടിച്ച ഒരാഴ്ചയാണ് മാത്രമാണ് ബാക്കിയുള്ളത്. തീയതികൾ എന്തൊക്കെയാണ്, അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ദിവസങ്ങൾ എന്തൊക്കെയാണ്, അപ്ഡേറ്റുകൾ, അവധി ദിവസങ്ങൾ എന്തൊക്കെയാണ്, സ്കൂളുകൾ അടയ്ക്കുന്നത് എന്നാണ്, പരീക്ഷ കഴിഞ്ഞു തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു റൗണ്ടപ്പിൽ നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അതിൽ അത്തം ഓൾറെഡി ആഗസ്റ്റ് 16-ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് ഉത്രാടം ദിനമാണ്. അതായത് ഓണത്തിൻ്റെ തലേന്നത്തെ ദിവസം. അത് ഓഗസ്റ്റ് 5-ആണ്. ഓഗസ്റ്റ് 25-ആണ് ഉത്രാടം ദിനമായി നമ്മൾ ആഘോഷിക്കുന്നത്. ഉത്രാടം പാച്ചിൽ ഒക്കെ സാധാരണ സംഭവിക്കുന്നത് ഉത്രാടം ദിനത്തിലാണ്. ആഗസ്റ്റ് 25-നാണത്. തിരുവോണം വരുന്നത് ഓഗസ്റ്റ് 26-ാം തീയതിയാണ്. 2026-ലെ തിരുവോണം ഓഗസ്റ്റ് 26-ാം തീയതിയിലാണ്. അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മൂന്നാം ഓണം അഥവാ അവിട്ടം ഓഗസ്റ്റ് 27-ന്. അവിട്ടം ചില സ്ഥലങ്ങളിലേക്കൊക്കെ വളരെ പ്രത്യേകതകളുണ്ട്. എന്നാൽ എല്ലാ സ്ഥലങ്ങളിലും സാധാരണ ദിവസം പോലെ ഓണം കഴിഞ്ഞിട്ടുള്ള മൂന്നാം ഓണം എന്നൊക്കെ പറയുമെങ്കിൽ പോലും എല്ലായിടത്തും ഒരുപോലെ ആഘോഷങ്ങളൊന്നുമില്ല. എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ ഓണാഘോഷം ഉണ്ടാവും. ക്ലബ്ബുകളുടെ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് ചിലപ്പോൾ സാധാരണ അങ്ങനെയാണ്. പിന്നെ നാലാം ഓണം അഥവാ ചതയം, അത് ഓഗസ്റ്റ് 28-ാം തീയതിയാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കണം. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീയതികളിൽ ഒന്നാണ് സ്കൂളുകളുടെ അവധി ദിനങ്ങൾ, സ്കൂളുകളുടെ പരീക്ഷാ തീയതികൾ തരുന്നത്. അറിഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ പരീക്ഷകളും ഓഗസ്റ്റ് 20-ന് സ്കൂളുകളുടെയും കോളേജുകളുടെയും അല്ലെങ്കിൽ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എല്ലാ സ്കൂളുകളുടെയും ഓണപരീക്ഷകൾ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 20-ന് ഏതാണ്ട് പൂർത്തിയായിരിക്കും. ഓണം അവധിക്ക് സ്കൂളുകൾ അടയ്ക്കുന്നത് ഓഗസ്റ്റ് 21-ാം തീയതി ആയിരിക്കും. അത് അന്നൊരു വർക്കിംഗ് ഡേ ഒക്കെ അന്നാണ് സാധാരണ അതിൽ ഓണാഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്ന സ്കൂളുകൾക്കുണ്ടെങ്കിൽ സംഘടിപ്പിക്കുന്നത്. അതായത് എക്സാമുകൾ 21-ാം തീയതി കണ്ടക്ട് ചെയ്യാൻ സർക്കാർ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ പരീക്ഷകളോ ഔദ്യോഗിക പരീക്ഷകളൊന്നുമില്ല. അത് കൃത്യമായി ഓഗസ്റ്റ് 21-ാം തീയതി നടക്കും. സ്കൂളുകൾ ഈ അവധി ദിനങ്ങൾ കഴിഞ്ഞ് ഓഗസ്റ്റ് 21-ന് അടയ്ക്കുന്ന സ്കൂളുകൾ അവധി ദിനങ്ങൾ പൂർത്തിയായി ഓഗസ്റ്റ് 31-ാം തീയതിയാണ് വീണ്ടും തുറക്കുന്നത് എന്നുകൂടി അറിഞ്ഞിരിക്കണം. ഓഗസ്റ്റ് 21-ാം തീയതി അടയ്ക്കുന്ന സ്കൂളുകൾ ഓഗസ്റ്റ് 31-ാം തീയതി വീണ്ടും തുറക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടി അറിഞ്ഞിരിക്കണം. അന്നാണ് ഓണാവധി കഴിഞ്ഞ് കുട്ടികൾക്ക് തിരിച്ച് സ്കൂളിൽ വരാൻ പറ്റുന്ന ദിവസം. ഇപ്പം ഞാൻ ആദ്യം സംസാരിച്ചു ഓണത്തിനെ കുറിച്ചാണ്. ഓണത്തിൻ്റെ തീയതികൾ ഞാൻ സംസാരിച്ചു. ഓണാവധിക്ക് സ്കൂളുകൾ അടയ്ക്കുന്ന ദിവസങ്ങൾ അറിഞ്ഞിരിക്കും. ഇനി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങൾ സർക്കാർ അവധികളാണ്. ഏതൊക്കെ ദിവസങ്ങളാണ് സർക്കാർ സർവീസിലുള്ള ജീവനക്കാർക്ക് ബാങ്ക് അവധികൾ, ഇതൊക്കെ വരുന്നത് ഏതൊക്കെ ദിവസങ്ങളിലാണ് എന്നുകൂടി നമുക്കൊന്ന് നോക്കി. അപ്പോൾ അവധികളുടെ കാര്യം, നമ്മൾ സർക്കാർ അവധികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ പൊതുഭരണ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്ന 2026-ലെ പ്രത്യേക ഗസറ്റ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ജിയോ പ്രകാരം ഒന്നാം ഓണം, അതായത് 25-ാം തീയതി ഉള്ള ഒന്നാം ഓണം, ആ ദിവസം സർക്കാർ അവധിയായിരിക്കും. അന്ന് ചൊവ്വാഴ്ച ദിവസമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതായത് പിന്നീട് വരുന്നത് തിരുവോണമാണ്. തിരുവോണം ബുധനാഴ്ചയാണ് വരുന്നത്. 26/8/2026. അന്നും സർക്കാർ സ്ഥാപനങ്ങൾ, ബാങ്കുകളൊക്കെ അവധിയായിരിക്കും. മൂന്നാം ഓണം വരുന്നത് വ്യാഴാഴ്ചയാണ്. 27/8/2026 തീയതിയാണ് ഈ മൂന്നാം ഓണം വരുന്നത്. അന്നും സർക്കാർ സ്ഥാപനങ്ങൾ അവധിയായിരിക്കും. നാലാം ഓണം അഥവാ ശ്രീനാരായണ ഗുരു ജയന്തി, അയ്യങ്കാളി ജയന്തിയൊക്കെ ഉള്ള ദിവസം വെള്ളിയാഴ്ചയാണ്. അന്നും സർക്കാർ സ്ഥാപനങ്ങൾ അവധിയായിരിക്കും. അതായത് ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ സർക്കാർ സ്ഥാപനങ്ങൾ അവധിയായിരിക്കും. ഇതാണ് കൃത്യമായി നിലവിലുള്ള ഒരു വർക്കിംഗ് ഓർഡറിനെ നോക്കുകയാണെങ്കിൽ മനസ്സിലാകുന്നത്. അതിനുശേഷം വരുന്നത് ബാങ്കുകൾക്കൊക്കെ വരുന്നത് രണ്ടാം ശനിയാഴ്ചയാണ് വരുന്നത് ബാങ്കുകൾക്ക്. അപ്പോൾ സ്വാഭാവികമായി രണ്ടാം ശനിയാഴ്ച ബാങ്കുകൾ പ്രവർത്തിക്കാതിരിക്കുന്ന സംഭവം വരും. അതുകൊണ്ട് ബാങ്കുകൾക്ക് കണ്ടിന്യൂസ്ലി അവധികളുടെ ഒരു നീണ്ട ദിവസമാണ് വരുന്നത് എന്ന് വേണം പറയാം. അതായത് ചൊവ്വാഴ്ച മുതൽ ശനിയാഴ്ച വരെ ബാങ്കുകൾ പ്രവർത്തിക്കില്ല. കാരണം 4 ശനിയാഴ്ചയാണ് സാധാരണ ബാങ്കുകൾ പ്രവർത്തിക്കില്ല. സർക്കാർ ജീവനക്കാർക്ക് ഇതിൽ മാറ്റം ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഒന്നാം ഓണം, അതായത് 25, 26, 27, 28 തീയതികളിൽ, 25, 26, 27, 28 തീയതികളിൽ സർക്കാർ സ്ഥാപനങ്ങൾ ഒന്നും പ്രവർത്തിക്കില്ല. അന്നത്തെ ആ ആഴ്ചയിൽ തിങ്കളാഴ്ച മാത്രമാണ് അവധിയുള്ളത്. അതിനു മുമ്പ് ഒരു പ്രത്യേകത ഓർക്കണം.
ഞായറാഴ്ച കഴിഞ്ഞിട്ട് വരുന്നതാണ്. കൃത്യമായി പറഞ്ഞാൽ 5 ദിവസത്തെ അവധി ഓട്ടോമാറ്റിക്കലി വന്നു. ബാങ്കുകൾക്കാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ നേട്ടമെന്ന് ഞാൻ പറയുന്നത്. കണ്ടിന്യൂസ്ലി അവധിയുള്ളൊരു ദിവസം കൂടിയാണ് എന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതാണ് അവധികളുടെ ഒരു ഏകദേശ ഓവർവ്യൂ എന്ന് പറയുന്നത്. നിലവിൽ ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഓണക്കാല സ്പെഷ്യൽ ചന്തകളൊക്കെ നമ്മളുടെ സപ്ലൈകോ അടക്കം ആരംഭിച്ചിരുന്നു. ഓണക്കിറ്റ് വിതരണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓണത്തിന് മുൻപ് തന്നെ ഏതാണ്ട് പൂർത്തിയാക്കും എന്ന് നിലവിൽ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു ആശങ്കയുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് കൃത്യമായി ഓണക്കിറ്റിന് അർഹരായിട്ടുള്ള എല്ലാവർക്കും ഓണക്കിറ്റും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നുള്ളത് കൂടി ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പോൾ ഇത്രയുമാണ് ഓണവുമായി ബന്ധപ്പെട്ടുള്ള ഓവർവ്യൂ. അപ്പോൾ ഇതിനിടയിലൊക്കെ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട വള്ളംകളികൾ മത്സരങ്ങളുണ്ട്, അല്ലാതെ ചില സാംസ്കാരിക പരിപാടികളുണ്ട്. അത്തച്ചമ്മ ഘോഷയാത്ര പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അടുത്തടുത്ത ദിവസങ്ങളിൽ വരുന്ന പ്രത്യേകം പരിപാടികളുണ്ട്, സാംസ്കാരിക പരിപാടികളുണ്ട്. അപ്പോൾ ഈ പരിപാടികളെല്ലാം ഈ സമയങ്ങളിൽ നടക്കുകയൊക്കെ ചെയ്യും. അപ്പം എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. നല്ല ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നതാണ് ഓണത്തിൻ്റെ ഓവർവ്യൂ. എന്തെങ്കിലും പ്രത്യേക ദിവസങ്ങൾ പ്ലാൻ ചെയ്യുന്ന, യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കോ അവധി ദിനങ്ങൾ പ്രത്യേകം കൺസിഡർ ചെയ്യാവുന്നതാണ് എന്നുകൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. മറ്റൊരു വാർത്തയുമായി വീണ്ടും നമുക്ക് കാണാം. ഓണവുമായി ബന്ധപ്പെട്ട് malayalamtvnine.com നിങ്ങൾക്ക് പ്രത്യേക പേജാണ് നമ്മുടെ വെബ്സൈറ്റിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പേജിൽ കാണുകയാണെങ്കിൽ ഓണവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ, വാർത്തകൾ, വിവര പട്ടികകൾ, വിലക്കയറ്റം, വിലക്കുറവ്, ഓഫറുകൾ, നിങ്ങൾക്ക് ഓണവുമായി ബന്ധപ്പെട്ട ചില ടിപ്സുകൾ, ഐതിഹ്യങ്ങൾ, കഥകളെല്ലാം നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. കൂടുതൽ വാർത്തകൾ, വിശേഷങ്ങളൊക്കെ malayalamtvnine.com വെബ്സൈറ്റും നമ്മളുടെ യൂട്യൂബ്, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ ചാനലുകളും സന്ദർശിക്കുക. എല്ലാവർക്കും നന്ദി.